ഹലോ മൈ ഗായ്സ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുഞ്ഞമത്തി തോരനാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കൽ നോക്കാം. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാൻ കുഞ്ഞമത്തി നല്ലോണം കഴുകി എടുത്തതിന് ശേഷം വൃത്തിയാക്കി കഴുകിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മുളകും പൊടി. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അരച്ചതാണ് കേട്ടോ. നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തൊരു പാൻ വെക്കാം. നമുക്ക് അടുപ്പത്തൊരു പാൻ വെച്ചതിന് ശേഷം ആ പാൻ ഒന്ന് ചൂടായി വന്നാൽ നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി പാൻ ഒന്ന് ചൂടായി വന്നോട്ടെ. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മസാല തേച്ച് മാറ്റി വെച്ച നമ്മളെ ഫിഷ് നമുക്ക് മത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മത്തി മൊത്തം നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. ഞാൻ മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പിൻ്റെ ലൈൻ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിനി ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിത് നല്ലോണം ചിക്കട്ടോ, നല്ലോണം ചിക്കി എടുക്കുക. മൊരിഞ്ഞ് വരുന്നത് വരെ നമുക്ക് ചിക്കാം. അപ്പോൾ ഇതാ മൊരിഞ്ഞ് വരുന്ന വരെ ഞാൻ ഇവിടെ ചിക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തത് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ പെരുംജീരകവും തേങ്ങ അരച്ച ചമ്മന്തിയാണ്. അപ്പോൾ ഞാൻ പെരുംജീരകവും തേങ്ങ അരച്ച ചമ്മന്തി അതിലേക്ക് ചേർക്കുന്നുണ്ട്. ഞാൻ ചമ്മന്തി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പെരുംജീരകവും പിന്നെ തേങ്ങ അരച്ച ചമ്മന്തി നമുക്ക് ചേർത്തതിന് ശേഷം നമുക്ക് ഇനി ഒന്നും കൂടി നല്ല മൊരീണ വരെ നമുക്ക് ചിക്കി കൊടുക്കാം. പിന്നെ നല്ലോണം ചിക്കി കൊടുക്കട്ടോ. ഇത് മൊരീണ വരെ ചിക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് നമ്മൾ നല്ലോണം ചിക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ കുഞ്ഞമത്തി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇത് മൊരിന വരെ നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മളെ കുഞ്ഞമത്തിത്തോര ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും അപ്പോൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.